ഒരു സാധാരണ കുടുംബത്തിലെ 20കാരനായ ദീപക് ഒറ്റ രാത്രി കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായെന്ന വാർത്ത മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ സംഭവം സാങ്കേതിക പിഴവുകൾ, ബാങ്കിംഗ് സുരക്ഷ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ നോയിഡയിൽ താമസിക്കുന്ന ദീപക് എന്ന യുവാവാണ് ഈ അപ്രതീക്ഷിത സംഭവത്തിലെ നായകൻ. 2 മാസം മുൻപ് അന്തരിച്ച അദ്ദേഹത്തിന്റെ അമ്മ ഗായത്രി ദേവിയുടെ കോട്ടക് മഹീന്ദ്ര ബാങ്കിലെ അക്കൗണ്ടാണ് കഥയിലെ പ്രധാന വേദി. അമ്മയുടെ മരണശേഷം ചെറിയ ഓൺലൈൻ ഇടപാടുകൾക്കായി ദീപക് ഈ അക്കൗണ്ട് ഉപയോഗിച്ച് വരികയായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി ദീപകിന്റെ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നു. ആ സന്ദേശത്തിൽ കണ്ടത് 1.13 ലക്ഷം കോടി രൂപയുടെ ഭീമമായ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടുവെന്നാണ്. 37 അക്കങ്ങളുള്ള ആ സംഖ്യ കണ്ട് ദീപക് ഞെട്ടിപ്പോയി. തുകയുടെ വലിപ്പം മനസ്സിലാകാതെ സുഹൃത്തുക്കളുടെ സഹായം തേടേണ്ടി വന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. मेरे खाते में 3 दिन पहले मैंने सुबह में चेक किया मॉर्निंग में, तो मुझे हैरत अंगेज जो है लगा कि जो है इतना अमाउंट अचानक कहाँ से गया। मैं अपना हट में जो है 2-3 लोगों से पूछा, देखिए मेरे अकाउंट में ये क्या है, तो लोगों ने कहा ये बैलेंस है, आप चेक कराइए, इधर उधर जाइए, आप सरकार को सूचित कीजिए, അധികാരിയും സൂചിത് കീജിയെ. ബാങ്കിന്റെയും അധികാരികളുടെയും പ്രതികരണം ഈ അമ്പരപ്പിക്കുന്ന സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ദീപക് ഗ്രേറ്റർ നോയിഡയിലെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ശാഖയിൽ നേരിട്ടെത്തി. ബാങ്ക് ഉദ്യോഗസ്ഥരും ഈ തുക അക്കൗണ്ടിൽ കാണുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ഈ ഭീമമായ തുക എങ്ങനെ അവിടെ വന്നു എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ഇത്രയും വലിയ തുകയുടെ ഇടപാട് നടന്നത് ഗൗരവകരമായ വിഷയമായതുകൊണ്ട് ബാങ്ക് ഈ വിവരം ആദായനികുതി വകുപ്പിനെ അറിയിച്ചു. തുടർന്ന് ആദായനികുതി വകുപ്പ് അഥവാ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഈ അസാധാരണമായ സംഭവത്തിന് പിന്നിൽ പല കാരണങ്ങളും അധികാരികൾ സംശയിക്കുന്നുണ്ട്. സാങ്കേതിക പിഴവാണ് ആദ്യത്തേത്. ബാങ്കിംഗ് സംവിധാനങ്ങളിലെ സോഫ്റ്റ്വെയർ പിഴവുകൾ കാരണം ഇത്തരത്തിലുള്ള വലിയ സംഖ്യകൾ അബദ്ധത്തിൽ അക്കൗണ്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. 37 അക്കങ്ങളുള്ള ഈ തുക ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പിഴവിന്റെ ഫലമായിരിക്കാം. ഇത് വളരെ അപൂർവമാണ് എങ്കിലും മുൻപ് സമാനമായിട്ടുള്ള ചെറിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മണി ലോണ്ടറിംഗ് ആണ് അടുത്തൊരു സംഭവം. കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഒരു അക്കൗണ്ടിലേക്ക് ഇത്രയും വലിയ തുക അയക്കാൻ ശ്രമിച്ചതാണോ എന്നും സംശയിക്കുന്നുണ്ട്. എന്നാൽ ഒരു സാധാരണ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും ഭീമമായ തുക ക്രെഡിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്.